പ്രൈസ് ദ ലോർഡ്. ബൈബിൾ ക്വിസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ആരാണ് എഴുതിയത്? ഉത്തരം വൈദ്യനായ ലൂക്കോസ്. രണ്ടാമത്തെ ചോദ്യം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വൈദ്യനായ ലൂക്കോസ് ആർക്കാണ് എഴുതിയത്? ഉത്തരം തെയോഫിലോസിന്. 1:1. മൂന്നാമത്തെ ചോദ്യം, യേശു കഷ്ടം അനുഭവിച്ച ശേഷം എത്ര നാളുകളോളം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു? ഉത്തരം 40 നാളോളം. 1:2. നാലാമത്തെ ചോദ്യം, എന്ത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യേശു താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അപ്പോസ്തലന്മാർക്ക് കാണിച്ചു കൊടുത്തത്? ഉത്തരം ദൈവരാജ്യം. 1:2, 3. അഞ്ചാമത്തെ ചോദ്യം, യേശു അപ്പോസ്തലന്മാരോട് അവർ എവിടെ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്? ഉത്തരം യെരുശലേമിൽ നിന്ന്. 1:4. ആറാമത്തെ ചോദ്യം, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ആരോട് പറഞ്ഞു? ഉത്തരം ഉയർത്തെഴുന്നേറ്റ യേശു അപ്പോസ്തലന്മാരോട്. 1:5. ഏഴാമത്തെ ചോദ്യം, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം അപ്പോസ്തലന്മാർ. 1:6. എട്ടാമത്തെ ചോദ്യം, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആരോട് പറഞ്ഞു? ഉത്തരം യേശു അപ്പോസ്തലന്മാരോട്. 1:9. ഒമ്പതാമത്തെ ചോദ്യം, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വരുമ്പോൾ അവർക്ക് ശക്തി ലഭിച്ചിട്ട് അവർ എവിടെയെല്ലാം തൻ്റെ സാക്ഷികളാകുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും. 1:8. പത്താമത്തെ ചോദ്യം, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ആരുടെ? ഉത്തരം യേശു അപ്പോസ്തലന്മാരുടെ. 1:9. 11ാമത്തെ ചോദ്യം, യേശു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ എത്ര പുരുഷന്മാരാണ് ശിഷ്യന്മാരുടെ സമീപേ എത്തിയത്? ഉത്തരം വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. 1:10. 12ാമത്തെ ചോദ്യം, യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് ദൂതന്മാർ ശിഷ്യന്മാരെ സംബോധന ചെയ്തത് എങ്ങനെയാണ്? ഉത്തരം ഗലീല പുരുഷന്മാരെ. 1:11. 13ാമത്തെ ചോദ്യം, യെരുശലേമിൽ നിന്നും ഒലിവുമലയ്ക്ക് എന്ത് ദൂരമാണ് ഉള്ളത്? ഉത്തരം ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം. 1:12. 14ാമത്തെ ചോദ്യം, ഒലിവുമല വിട്ട് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിനു ശേഷം പോയത് എവിടേക്കാണ്? ഉത്തരം യെരുശലേമിലേക്ക്. 1:12. 15ാമത്തെ ചോദ്യം, മാളികമുറിയിൽ കയറിപ്പോയവർ എങ്ങനെ പ്രാർത്ഥിച്ചു? ഉത്തരം ഒരുമനപ്പെട്ട്. 1:14. 16ാമത്തെ ചോദ്യം, എത്ര പേരുള്ള ഒരു സഹോദര സംഘത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്? ഉത്തരം ഏകദേശം 120 പേർ. 1:15. 17ാമത്തെ ചോദ്യം, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആര് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിനാണ് നിവർത്തി വന്നത്? ഉത്തരം ദാവീദ് മുഖാന്തരം. 1:16.
18-ാമത്തെ ചോദ്യം, എത്ര പേരുള്ള സംഘമാണ് പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരുന്നത്? ഉത്തരം ഏകദേശം 120 പേർ. 1:15. 19-ാമത്തെ ചോദ്യം, അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ചവൻ ആര്? ഉത്തരം യൂദ. 1:18. 20-ാമത്തെ ചോദ്യം, തലക്കീഴായി വീണ് നടുവേ പിളർന്ന് കുടലെല്ലാം തുറിച്ചു പോയത് ആരുടേതാണ്? ഉത്തരം യൂദായുടെ. 1:18. 21-ാമത്തെ ചോദ്യം, അക്കൽദാമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം രക്തനിലം. 1:19. 22-ാമത്തെ ചോദ്യം, അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് സങ്കീർത്തനത്തിലാണ്? ഉത്തരം സങ്കീർത്തനം 69:25. 23-ാമത്തെ ചോദ്യം, അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് സങ്കീർത്തനത്തിലാണ്? ഉത്തരം സങ്കീർത്തനം 109:8. 24-ാമത്തെ ചോദ്യം, ബർഷബ എന്ന യോസഫിൻ്റെ മറുപേരെന്താണ്? ഉത്തരം യുസ്തോസ്. 1:23. 25-ാമത്തെ ചോദ്യം, യൂദായുടെ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ആരെല്ലാം? ഉത്തരം യോസേഫ് മത്തിയാസ്. 1:23. 26-ാമത്തെ ചോദ്യം, യൂദായ്ക്ക് പകരം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് ചീട്ടിട്ട് തിരഞ്ഞെടുത്തത്? ഉത്തരം മത്തിയാസിനെ. 1:26. 27-ാമത്തെ ചോദ്യം, യോസഫിൻ്റെ മറ്റു 2 പേരുകൾ ഏവ? ഉത്തരം യുസ്തോസ്, ബർഷബ. 1:23. 28-ാമത്തെ ചോദ്യം, എത്ര പേരുള്ള കൂട്ടം കൂടിയാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തത്? ഉത്തരം ഏകദേശം 120 പേർ. 1:15. 29-ാമത്തെ ചോദ്യം, ചീട്ട് വീണ് അപ്പോസ്തലനായവൻ ആര്? ഉത്തരം മത്തിയാസ്. 1:26. 30-ാമത്തെ ചോദ്യം, 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 26. താങ്ക് യു ഫോർ വാച്ചിങ്.